90s കിഡ്സ്, ജെൻസി കിഡ്സ്, അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ പെട്ടുപോയ പാവപ്പെട്ട കുറച്ച് മനുഷ്യരുടെ കാര്യമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള 2000-നും 2003-നും ഇടയിൽ ജനിച്ച പാവപ്പെട്ട മനുഷ്യർ. നമ്മളിപ്പോ 90s കിഡ്സിന്റെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചു. അവരെന്ത് പറയും? അയ്യടാ 2K ഫുഡ്, നിന്നെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ചേർക്കാം. നേരെ മറിച്ച് നമ്മളിപ്പോ ജെൻസി കിഡ്സിന്റെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചു. അവരെന്ത് പറയും? ഇപ്പോഴും ഫേസ്ബുക്ക് യൂസ് ചെയ്യൂ, തന്ത വൈബ്. അതായത് തന്ത വൈബ് അത്ര മോശം വൈബ് ഒന്നല്ല, അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ജനറേഷന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരുടെ കാര്യം അറിയാം, ഇവരുടെ കാര്യം അറിയാം. നമ്മളിവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന 90s കിഡ്സിനെ നമ്മൾ ക്രിക്കറ്റ് കളിക്ക് ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ അവരല്ല എടുക്കുന്നത്, അവരുടെ ഭാര്യമാരായിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ അവരുടെ മക്കൾ എടുക്കും. 90s കിഡ്സ് എന്തായാലും നമ്മളെ കൈവിട്ട് ദൂരത്തേക്ക് പോയി, അവരുടെ ബ്ലെൻഡ് ആവാൻ പറ്റില്ല. പിന്നുള്ളത് പറഞ്ഞാൽ ഇവന്മാരാണ് ജെൻസി. ഇവരുടെ നമ്മൾ ഒരിക്കലും ബ്ലെൻഡ് ആവില്ല. കാരണമുണ്ട്. എന്നെ ഇപ്പോൾ ഒരാൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തിരിച്ച് തെറി വിളിക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെടും. പക്ഷെ ജെൻസിയിൽ ഒരാളെ നമ്മൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ പറയും, വാവ് ന്യൂ വേർഡ് അൺലോക്ക്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പല കമന്റ് ബോക്സിൽ പോയി പച്ച അപരാധം പറഞ്ഞിട്ട് പറയും, ഇത് ഡാർക്ക് കോമഡിയാണ്, തന്ത വൈബായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്, ഈ ഇമോജി വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് കോമഡി ആയില്ലേ. സോ ഇങ്ങനെയൊന്നും ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മളൊക്കെ നോർമൽ മനുഷ്യരാണ്. നെക്സ്റ്റ് നമുക്ക് പെൺകുട്ടികളെ പറ്റി സംസാരിക്കാം. 90s പെൺകുട്ടികളുടെ DP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ കാവ്യമാധവൻ, അല്ലെങ്കിൽ ഒരു കൊച്ച്, അല്ലെങ്കിൽ പൂ, അല്ലെങ്കിൽ പൂച്ച. ബട്ട് ജെൻസി പെൺകുട്ടികളുടെ DP പിന്നെ ഈ ഗേൾസ് ആർ സോ കോംപ്ലിക്കേറ്റഡ് എന്നല്ലേ പറയാറുള്ളത്. അതുകൊണ്ട് നമുക്ക് വിടാം. ഞങ്ങൾക്കുള്ള ഒരേ ഒരു അപേക്ഷയാണ്, നമ്മൾ അവിടെ എടുക്കണ്ട, ഇവിടെ എടുക്കണ്ട. ഞങ്ങളൊരു പ്രത്യേക ജനറേഷനായിട്ട് കണക്കാക്കി വെറുതെ വിടണം. ശുക്രിയ.